ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. നമ്മൾ ഇന്ന് വരുന്നത് ഒരു ഹിന്ദി പടമായിട്ടാണ്. നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. ഈ പടം ആക്ഷൻ ത്രില്ലർ ഫിലിമാണ്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ മുഴുനീല വില്ലൻ കഥാപാത്രമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. 2017 ഇത് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ പടം നമ്മുടെ ഒരു ലേഡി ക്യാരക്ടറാണ് ലീഡ് റോൾ ചെയ്യുന്നത്. താപ്സി പൊന്നു എന്നാണ് അവരുടെ പേര്. അതുപോലെ അക്ഷയ് കുമാർ ഒരു നല്ല റോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കഥ എന്ന് പറഞ്ഞാല്, ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാല്, ഒരു ലേഡി അവര് ഒരു സ്പൈ ആയിട്ട് മാറുകയാണ്. അവരെ റിക്രൂട്ട് ചെയ്യുകയാണ്. ഇത് ഒരു റൊമാൻറ്റിക് ഫിലിമായിട്ട് തുടങ്ങി ഒരു ആക്ഷൻ ഫിലിമിലേക്ക് പോവുകയാണ്. കഥ എന്ന് പറഞ്ഞാൽ, ഈ താപ്സി പൊന്നു അഭിനയിച്ച ക്യാരക്ടറിന്റെ ലവറെ ഒരു കൂട്ടം ആളുകൾ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഈ കൊന്നയാളെ കൊലപ്പെടുത്താൻ വേണ്ടി ഈ ലേഡി ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി ഈ റിക്രൂട്ടിംഗ് ഏജൻസി, സ്പൈ ഏജൻസി വന്ന് അവരെ ഗോവയിൽ കൊണ്ടുപോയിട്ട് അവരെ ആ ഒരു ഗുണ്ടയെ കൊല്ലാൻ സഹായിക്കുന്നു. അതിനുശേഷം മെല്ലെ ഒരു റോ ഏജന്റ് പോലെയൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്ത് ഇവർ അവരുടെ കൂടെ, ഈ ലേഡി അവരുടെ കൂടെ ചേർന്നിട്ട് പിന്നീട് നടക്കുന്ന സംഭവങ്ങളാണ്. മെയിൻ ആയിട്ടുള്ള ഒരു വില്ലനായിട്ടാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ വന്നിട്ടുള്ളത്. അദ്ദേഹം ഈ റോള് അന്ന് നല്ല കാര്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫിലിം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. ഈ പടം ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിം തന്നെയാണ്. ഏകദേശം 25 കോടി മുതൽ മുടക്കി ഇറങ്ങിയിട്ട് 60 കോടി നേടിയെടുക്കാൻ ഈ പടത്തിന് കഴിഞ്ഞു. ബോക്സ് ഓഫീസിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ്. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. ഈ പടം യൂട്യൂബിൽ അവൈലബിൾ അല്ല, ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു പടത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നീട് റോ ഏജന്റ് ആയിട്ട് മാറി ഈ കുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പടം നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. സോ നമുക്ക് അടുത്ത പടത്തിന്റെ റിവ്യൂ ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.